ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അധികമാരും പ്രവചിക്കാത്ത, എന്നാൽ ലോകക്രമത്തെ അടിമുടി മാറ്റാൻ ശേഷിയുള്ള ഒരു വൻശക്തി സഖ്യമാണ് ക്രിങ്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് വെറുമൊരു സൈനിക കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ഡോളറിന്റെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിരോധം കൂടിയാണ്. തോക്കുകളേക്കാളും മിസൈലുകളേക്കാളും മാരകമായ സ്വർണത്തിന്റെ പിൻബലമുള്ള ഡിജിറ്റൽ കറൻസി എന്ന രഹസ്യ ആയുധവുമായി ഈ 4 രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയെപ്പോലും ആശങ്കയിലാഴ്ത്തിക്കഴിഞ്ഞു. പാശ്ചാത്യ ഉപരോധങ്ങളെ വെറും കടലാസ് തുണ്ടുകളാക്കി മാറ്റുന്ന ഈ ഡിജിറ്റൽ യുദ്ധം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പുതിയ ശീതയുദ്ധത്തിലാണ് തിരശ്ശീലയുയർത്തുന്നത്. അമേരിക്കയുടെ ആഗോളാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ പോന്ന ഒരു ഫിനാൻഷ്യൽ ന്യൂക്ലിയർ വെപ്പൺ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഈ ഡിജിറ്റൽ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്ക ലോകരാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് യുദ്ധവിമാനങ്ങൾ കൊണ്ടല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലായ സ്വിഫ്റ്റ് എന്ന ബാങ്കിംഗ് ശൃംഖലയിലൂടെയാണ്. ഒരു രാജ്യത്തെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കിയാൽ ആ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ശ്വാസം മുട്ടിമരിക്കും. എന്നാൽ റഷ്യയും ഇറാനും ചൈനയും ചേർന്ന് നിർമ്മിച്ചെടുത്ത ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഈ മാരകമായ ഉപരോധങ്ങളെ അപ്രസക്തമാക്കുന്നു. ഈ പുതിയ ക്രമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സുതാര്യതയില്ലായ്മയും സുരക്ഷയുമാണ്. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഈ ഇടപാടുകൾ അമേരിക്കൻ ഫെഡറൽ റിസർവിനോ ട്രഷറിക്കോ നിരീക്ഷിക്കാൻ കഴിയില്ല. കൂടാതെ വെറും കടലാസ് കറൻസികൾക്കു പകരം സ്വർണത്തിന്റെ പിൻബലമുള്ള ഡിജിറ്റൽ കറൻസികളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നത് ആഗോള നിക്ഷേപകരെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട്. ഡോളറിന്റെ മൂല്യം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ ഗതിക്കനുസരിച്ച് ചാഞ്ചാടുമ്പോൾ സ്വർണത്തിന്റെ ഉറപ്പുള്ള ഈ ഡിജിറ്റൽ നാണയങ്ങൾ കൂടുതൽ സുരക്ഷിതമായി മാറുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനും റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ കൈമാറുന്നതിനും ഇപ്പോൾ ഡോളർ ആവശ്യമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇത് പെട്രോ ഡോളർ എന്ന സങ്കല്പത്തിന്റെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു സാമ്പത്തിക മാറ്റമല്ല, മറിച്ച് ദശകങ്ങളായി അവർ കാത്തുസൂക്ഷിച്ച ഏകധ്രുവ ലോകക്രമത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. ക്രിങ് സഖ്യത്തിന്റെ രൂപീകരണം എന്നത് ലോകചരിത്രത്തിലെ യാദൃച്ഛികമായ ഒരു സംഭവമല്ല, മറിച്ച് ദശകങ്ങളായി പടിഞ്ഞാറൻ ശക്തികൾ പ്രയോഗിച്ച ഉപരോധ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ്. 1990കളിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമം ചോദ്യം ചെയ്യപ്പെടാതെ തുടരുകയായിരുന്നു. എന്നാൽ 2014ലെ റഷ്യയുടെ ക്രിമിയ അധിഗ്രഹണവും അതിനെ തുടർന്ന് റഷ്യയ്ക്കുമേൽ ചുമത്തപ്പെട്ട കടുത്ത ഉപരോധങ്ങളും വ്ളാദിമിർ പുടിനെ ബദൽ സഖ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇതേ സമയം തന്നെ ഏഷ്യൻ പസഫിക് മേഖലയിൽ ചൈനയുടെ വളർച്ചയെ തടയാൻ അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ചൈനയെ റഷ്യയോടടുപ്പിച്ചു. അതിരുകളില്ലാത്ത സൗഹൃദം എന്ന് ഷീ ജിൻപിങ്ങും പുടിനും വിശേഷിപ്പിച്ച ഈ ബന്ധം 2022ലെ യുക്രൈൻ യുദ്ധത്തോടെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള പ്രതിരോധ സഖ്യമായി പരിണമിക്കുകയായിരുന്നു. ഈ സഖ്യം കേവലം സൈനികമല്ല, മറിച്ച് പരസ്പര പൂരകങ്ങളായ 4 വ്യത്യസ്ത ശക്തികളുടെ സങ്കലനമാണ്. റഷ്യയുടെ പക്കൽ ലോകത്തെ വിറപ്പിക്കാൻ പോന്ന ആധുനിക മിസൈൽ സാങ്കേതികവിദ്യയും പ്രകൃതിവാതക ശേഖരവുമുണ്ട്. ചൈന ലോകത്തിന്റെ ഫാക്ടറിയായി വർത്തിക്കുമ്പോൾ ഉപരോധങ്ങൾക്കിടയിലും തളരാത്ത ഇറാന്റെ ഊർജ്ജസമ്പത്ത് ഈ സഖ്യത്തിന്റെ ഇന്ധനമായി മാറുന്നു. ഇതിനൊപ്പം ഭൗമരാഷ്ട്രീയത്തിലെ വൈൽഡ് കാർഡായ ഉത്തര കൊറിയ തങ്ങളുടെ പീരങ്കിപ്പടയുടെ ശേഖരം റഷ്യയ്ക്കായി ഒഴുക്കുന്നതോടെ ഇതൊരു സർവൈവൽ പാക്ട് എന്നതിലുപരി ഒരു സ്ട്രാറ്റജിക് ഒഫൻസീവായി മാറിക്കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ അതിർത്തി തർക്കങ്ങളും പ്രത്യാശയപരമായ ഭിന്നതകളും നിലനിന്നിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ തങ്ങളെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക എന്ന പൊതുശത്രുവിനെ നേരിടാൻ അവർ ഈ ചരിത്രപരമായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ചു. ഇന്ന് ചൈനയിലെ സാമ്പത്തിക ഇടനാഴികളും റഷ്യയിലെ സൈനിക ആസ്ഥാനങ്ങളും ഇറാനിലെ എണ്ണപ്പാടങ്ങളും ഉത്തര കൊറിയയിലെ മിസൈൽ കേന്ദ്രങ്ങളും ഒരേ താളത്തിൽ ചലിക്കുന്നത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. നിലവിലെ യുദ്ധകളങ്ങളിൽ ക്രിങ് സഖ്യം നടത്തുന്ന കരുനീക്കങ്ങൾ കേവലം പ്രസ്താവനകളിലൊതുങ്ങുന്നതല്ല, മറിച്ച് കൃത്യമായ സൈനിക തന്ത്രപരമായ പങ്കാളിത്തമാണ്. യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ഒരേ സമയം പടരുന്ന സംഘർഷങ്ങളിൽ ഈ 4 രാജ്യങ്ങളും ഒരു അദൃശ്യ ശൃംഖലയായി പ്രവർത്തിക്കുന്നു. ഇറാന്റെ സൈനിക താവളങ്ങളെയും സ്വർണ്ണഖനികളെയും ലക്ഷ്യമിട്ടുള്ള പാശ്ചാത്യ നീക്കങ്ങൾക്ക് മറുപടിയായി
റഷ്യ തങ്ങളുടെ അത്യാധുനിക S-400 മിസൈൽ പ്രതിരോധ സിസ്റ്റവും ഉപഗ്രഹങ്ങൾ വഴിയുള്ള തത്സമയ രഹസ്യാന്വേഷണ വിവരങ്ങളും ഇറാനിലേക്ക് ഒഴുക്കുകയാണ്. ഇതിനു പകരമായി ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ റഷ്യൻ യുദ്ധമുഖത്തേക്ക് എത്തിക്കുന്നത്. അമേരിക്കൻ സെനറ്റിലെ പ്രതിരോധ സമിതികൾ ഈ കൊടുക്കൽ വാങ്ങലുകളെ ലോകസമാധാനത്തിന് ഭീഷണിയായ ഒരു അപകടകരമായ ബാന്ധവ്യമായിട്ടാണ് വിലയിരുത്തുന്നത്. മറ്റൊരു വശത്ത് ചൈനയുടെ നയതന്ത്ര കവചം ഈ രാജ്യങ്ങളെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളെ പരാജയപ്പെടുത്തുന്നു. ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള ഏത് കടന്നുകയറ്റവും ഏഷ്യയുടെ സന്തുലിതാവസ്ഥയെ തകർക്കും എന്ന ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് അമേരിക്കയോടുള്ള ശക്തമായ സന്ദേശമാണ്. ഇതിനിടയിൽ ഉത്തര കൊറിയ തങ്ങളുടെ വമ്പിച്ച പീരങ്കിപ്പടയുടെ ശേഖരം റഷ്യയ്ക്കായി ഒഴുക്കുന്നതോടെ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിമറിഞ്ഞു. കേവലം ആയുധ കൈമാറ്റത്തിനപ്പുറം ഉത്തര കൊറിയൻ സൈനികർ നേരിട്ട് റഷ്യൻ മണ്ണിൽ പരിശീലനം നടത്തുകയും യുദ്ധതന്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും പശ്ചിമരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ മാർച്ച് 12-ന് ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഈ സഖ്യത്തിന്റെ വിതരണ ശൃംഖല എത്രമാത്രം സുരക്ഷിതമാണെന്ന തെളിവാണ്. ഈ രാജ്യങ്ങൾക്കിടയിലുള്ള അതിരുകളില്ലാത്ത സൈനിക സഹകരണം ലോകത്തെ വീണ്ടും 2 ധ്രുവങ്ങളിലായി തളിച്ചിടുകയാണ്. ചുരുക്കത്തിൽ ക്രിങ് സഖ്യം എന്നത് കേവലം 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ല, മറിച്ച് ദശകങ്ങളായി നിലനിന്നിരുന്ന പാശ്ചാത്യ ആധിപത്യത്തിനെതിരായ ഒരു ആഗോള കലാപമാണ്. തോക്കുകളും മിസൈലുകളും കൊണ്ട് നിർണയിക്കപ്പെട്ടിരുന്ന പഴയ യുദ്ധതന്ത്രങ്ങൾക്കു പകരം ഡിജിറ്റൽ കറൻസിയും അത്യാധുനിക സൈനിക ഇന്റലിജൻസും കോർത്തിണക്കിയുള്ള ഒരു പുതിയ പോരാട്ടമുറയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഡോളറിനെ അപ്രസക്തമാക്കിക്കൊണ്ട് സ്വന്തം സാമ്പത്തിക സാമ്രാജ്യം പടുത്തെടുക്കുന്ന ഈ ചതുർശക്തികൾ അമേരിക്കയുടെ ഉപരോധങ്ങളെ വെറും പഴങ്കഥകളാക്കി മാറ്റുകയാണ്. മാർച്ച് 12-ന് പുനരാരംഭിക്കുന്ന ട്രെയിൻ സർവീസുകൾ മുതൽ ഇവർ തമ്മിലുള്ള രഹസ്യ സൈനിക കരാറുകൾ വരെ സൂചിപ്പിക്കുന്നതൊന്നാണ്: ലോകമിനി പഴയതുപോലെയാകില്ല. അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമം അവസാനിക്കുകയും പകരം ഒന്നിലധികം അധികാര കേന്ദ്രങ്ങളുള്ള ഒരു പുതിയ ആഗോള ഭൂപടം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സഖ്യം കൂടുതൽ കരുത്താർജിക്കുമ്പോൾ അത് ആഗോള രാഷ്ട്രീയത്തിലും സമ്പദ്വ്യവസ്ഥയിലും വലിയ സ്ഫോടനങ്ങൾക്ക് വഴിവെച്ചേക്കാം. വരും ദിനങ്ങളിൽ ഈ ഡിജിറ്റൽ യുദ്ധവും ഭൂമിശാസ്ത്രപരമായ നീക്കങ്ങളും ലോകത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് രാജ്യാന്തര സമൂഹം അതീവ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്: ക്രിങ് സഖ്യമുയർത്തുന്ന വെല്ലുവിളി തടയാൻ പഴയ തന്ത്രങ്ങൾ കൊണ്ട് ഇനി പടിഞ്ഞാറൻ ശക്തികൾക്ക് സാധിക്കില്ല.